good evening guys. Hi Makle, good evening. ഇന്ന് നമുക്ക് PYQ സീരീസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ +1 ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്. ഹ്യൂമൻ ഫിസിയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് പറയാം. കാരണം ഓൺ ആൻ ആവറേജ് നമുക്ക് നീറ്റ് എക്സാമിന് 1 to 3 ക്വസ്റ്റ്യൻസ് ഷോർട്ടായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ എല്ലാവരും റെഡിയാണോ ചാപ്റ്റർ ഡിസ്കഷന്? റെഡി ഗൈസ്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളൊന്ന് ചെറുതായിട്ട് അതിനൊന്ന് പ്രിഫൈസ് ഒന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ജസ്റ്റ് ലൈക്ക് എ മൈൻഡ് മാപ്പ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് ഇസ് ആൻഡ് ഈസി വേ ടു സ്റ്റഡി ദിസ് ചാപ്റ്റർ ഇസ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഹോർമോൺസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്ലാൻഡും അതിൻ്റെ ഹോർമോൺസും അതിൻ്റെ ഫങ്ഷൻസും റിലേറ്റഡ് ആയിട്ട് പഠിക്കും. സോ ബേസിക്കലി നമുക്കറിയാം കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ബേസിക്കലി ക്ലാസിഫൈ അവർ ഓൾ ഗ്ലാൻഡ്സ് ഇൻ ടു 2 ടൈപ്സ് അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഗ്ലാൻഡ്സിനെ 2 ടൈപ്പായി അങ്ങ് ക്ലാസിഫൈ ചെയ്യുകയാണ്. യു ഹാവ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് യു ഹാവ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എക്സോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡക്റ്റുകളുള്ള ഗ്ലാൻഡ് ആണെന്ന് നമുക്കറിയാം. ഈ ഗ്ലാൻഡ് വഴി എൻസൈംസ് അതിന്റെ ടാർഗറ്റ് സൈറ്റിലേക്ക് റീച്ച് ചെയ്യും. നേരെ തിരിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ യെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഡക്ട്ലെസ് ഗ്ലാൻഡുകളെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുക. ദേ ഡു നോട്ട് ഹാവ് എനി ഡക്ട്. ദേ ഡയറക്ട്ലി pour their secretions into the blood vessel. ബ്ലഡ് വെസലിലേക്ക് ഡയറക്ട്ലി പോർ ചെയ്യും. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, അവരെന്താണ് പോർ ചെയ്യുന്നത്? അവർ പോർ ചെയ്യുന്നതാണ് ഹോർമോൺസ്. അപ്പോ പിന്നെ നമ്മുടെ ചോദ്യം വാട്ട് ഇസ് എ ഹോർമോൺ? അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ ഏറ്റവും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോർമോൺസിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഹോർമോൺസ് എന്ന് പറയുന്നത് നോൺ ന്യൂട്രിയൻ കെമിക്കൽസ് ആണ് വിച്ച് ഇസ് സെക്രീറ്റഡ് ബൈ ദി എൻഡോക്രൈൻ ഗ്ലാൻഡ് വിച്ച് ആക്ട് as intercellular ground substance in the cells. സെൽസിൽ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ല, ഇന്റർസെല്ലുലാർ മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ്, ട്രേസ് എമൗണ്ടിൽ സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോർമോൺസ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസിലേക്കും പോകും. അപ്പൊ ഇതൊരു ഇൻട്രോഡക്ടറി പാർട്ടാണ്. ആൻഡ് ബേസിക്കലി വി ക്ലാസിഫൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഈവൻ ഇൻ ടു 2 ടൈപ്സ്. നമുക്ക് ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ഗ്ലാൻഡ് തന്നെ ആയിരിക്കും, ഓർ സ്കാറ്റേർഡ് സെൽസ് ആയിരിക്കും നോൺ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇപ്പോൾ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡിലാണ് നമ്മൾ ഫ്രം ദ സ്റ്റാർട്ട് യു ഹാവ് ഹൈപ്പോതലാമസ്, pineal gland, you have the pituitary gland, thyroid, parathyroid gland, thymus, your pancreas, your adrenal gland and even gonads, testes and ovary. ഇതെല്ലാത്തിനെയും നമ്മൾ ഓർഗനൈസ്ഡിൽ ക്ലാസിഫൈ ചെയ്യും. എന്നാൽ നോൺ ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് ഉണ്ടാവുന്നത് ബേസിക്കലി ഈ സെല്ലുകളാണ്, ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് ഇൻ ദ GIT അല്ലെ, ഗ്യാസ്ട്രിൻ, കോളിസിസ്റ്റോകൈനിൻ, സെക്രീറ്റിൻ ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ്, കിഡ്നിയിലുള്ള സെല്ലുകൾ വിച്ച് സെക്രീറ്റ് എരിത്രോപോയിറ്റിൻ, അല്ലെങ്കിൽ നമ്മൾ ഏട്രിയയുടെ വോളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഏട്രിയൽ നൈട്രിയൂററ്റിക് ഫാക്ടർ. സോ ദീസ് ആർ ഓൾ സ്കാറ്റേർഡ് സെൽസ് ആണ്. അവരൊരു ഗ്ലാൻഡ് ഒന്നും അല്ല, ബട്ട് ദേ ആർ ഓൾസോ ഏബിൾ ടു പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഇനി നമ്മൾ നേരെ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹൈപ്പോതലാമസ്. Hypothalamus, you have pituitary, you have pineal, you have thyroid. ഞാൻ ഓർഗനൈസ്ഡ് മാത്രമാണ് എഴുതുന്നത് കേട്ടോ. thyroid, parathyroid, thymus, pancreas, adrenal gland and gonads. Gonads എന്ന് പറയുമ്പോൾ yes you have testes and ovary.
അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ വിച്ച് ഇസ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ശരിക്കും നമ്മൾ പിറ്റ്യൂട്ടറി പറഞ്ഞുകൊണ്ട് ഹൈപ്പോതലാമസ് പറയുന്നതിൽ ഒരു ഭംഗിയുണ്ട്. നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ആക്ച്വലി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് 2 ഡയറക്റ്റ് ഹോർമോൺസ് ഹൈപ്പോതലാമസിലെ ന്യൂക്ലിയർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ. അപ്പോൾ ഓക്സിറ്റോക്സിനും വാസോപ്രസിനും എവിടുത്തെ ഹോർമോൺ ആണെന്ന് ചോദിച്ചാൽ ദേ ആർ ഹൈപ്പോതലാമിക് ഹോർമോൺസ് which are stored in the posterior pituitary. എന്നാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിയെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസും വരുന്ന ഹൈപ്പോതലാമസിൽ നിന്നാണ്, വിച്ച് ആർ റിലീസിങ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസ് ഏതൊക്കെ? റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, യെസ്, then you have the oxytocin and vasopressin. നമുക്കറിയുന്ന കാര്യമാണ് ഓക്സിറ്റോക്സിനും വാസോപ്രസിനും ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആണെങ്കിലും ആക്ച്വലി ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഓവർ ദേ ബട്ട് സ്റ്റോർഡ് ത്രൂ ദി ന്യൂറോണൽ എൻഡ് ടു ദി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അങ്ങനെ നമ്മൾ പോകുന്നു ടു ദി നെക്സ്റ്റ് വിച്ച് ഇസ് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും പിറ്റ്യൂട്ടറിക്ക് മെയിനായി 2 ഭാഗങ്ങൾ. ഹൈപ്പോതലാമസിനെ ഡയറക്റ്റായി ഇൻഫൻറ്റുബുലവുമായി അറ്റാച്ച് ചെയ്യുന്ന പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി കോൾഡ് as ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓർ പാർട്സ് നെർവോസ. ഇവിടെയാണ് ശരിക്കും ന്യൂക്ലിയർ സെൽസ് ഓഫ് ഹൈപ്പോതലാമസ് ഡയറക്റ്റ് ആയി ഓക്സിറ്റോക്സിൻ, വാസോപ്രസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ടു ദ പോസ്റ്റീരിയർ കണക്ട് ചെയ്തിരിക്കുന്നു യു ഹാവ് ആന്റീരിയർ, സോ ഇറ്റ്സ് നോട്ട് കോൾഡ് as ആന്റീരിയർ പിറ്റ്യൂട്ടറി, ഇറ്റ്സ് കോൾഡ് as അഡിനോ ഹൈപ്പോഫൈസിസ്, വിച്ച് ഹാവ് 2 parts. പാർട്സ് ഡിസ്റ്റാലിസ് ഉണ്ട്, പാർട്സ് ഇന്റർമീഡിയറ്റ് ഉണ്ട്. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഇസ് ഈ പാർട്സ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ഭാഗത്തിനെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയാം. പലപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. ദ ഹോൾ തിങ് ഇസ് അഡിനോ ഹൈപ്പോഫൈസിസ്, അതിൽ പാർട്സ് ഡിസ്റ്റാലിസ് മാത്രമാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ്, യെസ്, റിലീസിങ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് ഹൈപ്പോതലാമസിൽ നിന്ന് ഇവിടേക്ക് വരുന്നത് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കും. ഇനി പാർട്സ് ഡിസ്റ്റാലിസിലെ അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും the first hormone is growth hormone. ഗ്രോത്ത് ഹോർമോൺ ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. കൂടിയാൽ കുറഞ്ഞാൽ അല്ലെ. അപ്പൊ നമ്മൾ പാർട്സ് ഡിസ്റ്റാലിസിലുള്ള ഹോർമോൺസ് ആണ് പറയുക. പാർട്സ് ഡിസ്റ്റാലിസിലെ ആദ്യത്തെ ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ. ഏത് ഹോർമോൺ പറയുമ്പോഴും അതിന്റെ ഫംഗ്ഷനും അതിന്റെ ഡിസോർഡറും പറയാം. ഗ്രോത്ത് ഹോർമോൺ ഫംഗ്ഷൻ ഗ്രോത്ത് ഓഫ് ദ ബോഡി ആണ്. അതെന്ത് ചെയ്യും? നമ്മുടെ ബോൺസിനെയും സെൽസിനെയും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കും. And the growth hormone, if you have an increase in growth hormone from childhood, you get gigantism. Adulthood ആണെങ്കിൽ you get acromegaly, and in childhood if it is decreasing you get atylosis, which is actually pituitary dwarfism. ഗ്രോത്ത് ഹോർമോൺ കഴിഞ്ഞാൽ അടുത്ത പാർട്സ് ഡിസ്റ്റാലിസ് ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. മാമറി ആൽവിയോളാർ സെൽസിലാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. Then you have 3 hormones which actually control other glands. അത് ഏതൊക്കെയാ? You have adrenocorticotropic hormone, adrenal cortexil നിന്നുള്ള ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോക്സിൻ റിലീസ് ചെയ്യാൻ തൈറോയിഡ് ഗ്ലാൻഡിനെ സഹായിക്കുന്നു. ആൻഡ് FSH ആൻഡ് LH ഇത് ഗൊണാഡ്സിൽ ആക്ട് ചെയ്തുകൊണ്ട് ഗൊണാഡൽ ഹോർമോൺസിനെയും അതുപോലെ സ്പെസിഫിക് അതർ ഫംഗ്ഷനും സഹായിക്കും. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ അതും പറഞ്ഞുകൊണ്ട് we move to the next one which is your the next one which is your parts intermedia. പാർട്സ് ഇന്റർമീഡിയ എന്ന് പറയുന്ന മിഡിൽ ലെയറിൽ നിന്ന് ഒരൊറ്റ ഹോർമോണേ ഉള്ളൂ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് സ്കിന്നിലെ മെലനോസൈറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് സ്കിൻ പിഗ്മെന്റേഷന് സഹായിക്കും. അല്ലേടാ മക്കളെ? ദെൻ യു ഹാവ് പാർട്സ് നെർവോസ. നെർവോസയിൽ നിന്ന് യു ഹാവ് ADH, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ അതർവൈസ് കോൾഡ് as vasopressin, ആൻഡ് ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് സ്മൂത്ത് മസിൽസിനെ കോൺട്രാക്ട് ചെയ്തുകൊണ്ട് പാർച്ചുറിഷന് സഹായിക്കുക, മിൽക്ക് ലെറ്റ് ഡൗണിന് സഹായിക്കുക. വേറെ ADH എന്ന് പറയുന്ന ഹോർമോൺ നമ്മളുടെ DCTയിൽ ആക്ട് ചെയ്തുകൊണ്ട് വാട്ടർ റിസോർപ്ഷന് സഹായിക്കും. ഇറ്റ് റെഡ്യൂസസ് ദ യൂറിൻ ഫ്ലോ. ആൻഡ് യു നോ ADH ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ യു ഗെറ്റ് എ പെർട്ടിക്കുലർ ഡിസീസ്. വാട്ട് ഇസ് ഇറ്റ് കോൾഡ് as? വേഗം കേട്ടോ. ADH ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡർ ഏതാണ്?
Yes, you get diabetes insipidus, excessive urine formation because DCT is not actually resorbing water from your part. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ പിറ്റ്യൂട്ടറി പറഞ്ഞേച്ച് പിന്നെ പറയുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. ആക്ച്വലി പിനിയൽ ഗ്ലാൻഡിനെ എപ്പിതലാമസ് എന്ന് പറയും, വിച്ച് ഇസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ഡൈഎൻസെഫലൻ. നമുക്കറിയാം തലാമസിന്റെ റൂഫിലായിരിക്കുകയാണ് എപ്പിതലാമസ്, ഫ്ലോറിലായിട്ടാണ് ഹൈപ്പോതലാമസ് ഇരിക്കുക. ഈ ലൊക്കേഷന് ചോദിക്കാറുണ്ട്. പിനിയൽ ഗ്ലാൻഡിൽ നിന്നൊരൊറ്റ ഹോർമോൺ മാത്രമാണ് മെലറ്റോണിൻ, ആൻഡ് മെലറ്റോണിൻ ഹാവ് മെനി ഫങ്ഷൻസ്. ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഈസ് സിസാഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും, സ്ലീപ്പ് വേക്ക് സൈക്കിൾ. നമ്മൾ നല്ലോണം ഉറങ്ങിയാൽ കണ്ണിന് ചുറ്റും കറുപ്പ് വരില്ലല്ലോ, സോ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും, ഓൾസോ മെറ്റബോളിസത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും, മെൻസ്ട്രൽ സൈക്കിൾ ബാലൻസിൽ വെക്കാൻ സഹായിക്കും. സോ ദർ ആർ മെനി അതർ ഫങ്ഷൻസ് ഓഫ് മെലറ്റോണിൻ. ശ്രദ്ധിക്കുക, നീറ്റിന് ചോദിക്കുമ്പോൾ മെലറ്റോണിന്റെ സ്ലീപ്പ് വേക്ക് സൈക്കിളിന് പുറമേയുള്ള ഫങ്ഷൻസിൽ നിന്നാണ് കുറച്ചും കൂടെ ട്വിസ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ യു ഹാവ് ടു സ്റ്റഡി എവറി ഫങ്ഷൻ ഗിവൺ ഓവർ ദർ. അങ്ങനെ നമ്മൾ പിനിയൽ ഗ്ലാൻഡിൽ നിന്ന് നമ്മളുടെ തൈറോയിഡിലേക്ക് എത്തും. നമുക്കറിയാം നമ്മുടെ നെക്ക് റീജിയനിലായി അല്ലെ ഓക്കെ. അപ്പൊ നമ്മളുടെ തൈറോയിഡ് എന്ന് പറയുന്ന കാർട്ടിലേജിന്റെ ഫ്രണ്ടിലായി, നമ്മുടെ ലാരിങ്സിന്റെ ഫ്രണ്ടിലായി ബട്ടർഫ്ലൈ ഷേപ്പിലിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ്. ആക്ച്വലി 2 ലോബുകൾ ഉണ്ട് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ട്രക്കിയ. അതിന് കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ട്രാക്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇസ്തമസ് എന്ന് വിളിക്കുക. ഇനി തൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് അല്ലേടാ മക്കളെ. എന്തുവാണ്? ഈ തൈറോയിഡ് ഗ്ലാൻഡിനകത്ത് നിറയെ ഫോളിക്കിൾസ് ഉണ്ട്. ഇവിടെ ഫോളിക്കുലാർ സെൽസ് ആണ് തൈറോക്സിൻ T3 T4 സെക്രീറ്റ് ചെയ്യുന്നത്. വേറാസ് യു ഹാവ് സം സെൽസ് ഓവർ ഹിയർ, പാരാഫോളിക്കുലാർ സെൽസ്. പാരാഫോളിക്കുലാർ സെൽസ് ആണ് കാൽസിറ്റോണിൻ റിലീസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, വിച്ച് ഇസ് കോൾഡ് എസ് തൈറോക്സിൻ. ഇനി നമ്മൾ ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഓരോ ഭാഗങ്ങളുടെയും ഫംഗ്ഷൻ നമ്മൾ നോക്കും. അപ്പൊ ആദ്യമേ T3 T4 കളക്റ്റീവ്ലി കോൾഡ് എസ് തൈറോക്സിൻ ആണ് നമ്മളുടെ റെഗുലേഷൻ ഓഫ് മെറ്റബോളിസത്തിന് സഹായിക്കുക. ശരിക്കും പറഞ്ഞാൽ മെന്റൽ, ഫിസിക്കൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഹോർമോൺ ആണ്. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളിൽ അത് ലാക്ക് ചെയ്യുമ്പോൾ യു ഗെറ്റ് ക്രെറ്റിനിസം. അവിടെ സെക്ഷൽ ഡെവലപ്മെന്റ് ഇമ്പയർഡ് ആണ്, മെന്റൽ ഡെവലപ്മെന്റ് ഇമ്പയർഡ് ആണ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇമ്പയർഡ് ആണ്. ഇനി ക്യൂബ് മാസ്റ്റർ 20th എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക് അല്ല, 12th CBSEയുടെ ടോപ്പിക് അല്ല ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് 11th ടോപ്പിക്കാണ്. മോൻ ഈ സമയത്ത് മിസ്സിനോട് മോട്ടിവേഷൻ ചോദിക്കുന്നതിന് പകരം യു ഗോ ആൻഡ് സ്റ്റഡി യുവർ ടോപ്പിക്സ്, ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു അല്ലേ. ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, പഠിച്ചാലേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സെക്ഷൽ, ഫിസിക്കൽ, മെന്റൽ ഡെവലപ്മെന്റിനെ സഹായിക്കും. ബേസിക് മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ നമ്മുടെ ബോഡിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ഓൾസോ ഇറ്റ് ക്യാൻ റെഗുലേറ്റ് RBC പ്രൊഡക്ഷൻ ഇൻ അവർ ബോഡി. ഇനി തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡിസോർഡേഴ്സ് ആണ്. നമുക്ക് കുറയാം, കൂടാം. കുറയുമ്പോൾ ഹൈപ്പോതൈറോയിഡിസം, കൂടുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം ഇൻ ചൈൽഡ്ഹുഡ് ആണ് ക്രെറ്റിനിസം എന്ന് പറയുക. പ്രഗ്നന്റ് ആയ അമ്മയുടെ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് തൈറോയിഡ് ഗ്ലാൻഡ് ആബ്സെന്റ് ആയതുകൊണ്ടോ ഇത് ഉണ്ടാവാം. ആൻഡ് ബേസിക്കലി നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ റീച്ച് ചെയ്യാൻ നേരത്ത് വെൻ യു ആർ ഹാവിങ് ക്രെറ്റിനിസം, മെന്റൽ ഡെവലപ്മെന്റ് ഇമ്പയർഡ് ആയിരിക്കും, ഡെഫ് മ്യൂട്ടിസം ഉണ്ടാവും, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇമ്പയർഡ് ആയിരിക്കും, സെക്ഷൽ ഡെവലപ്മെന്റ് ഇമ്പയർഡ് ആയിരിക്കും. അടുത്തത് അഡൽട്ട്ഹുഡില് വുമണിന് ഉണ്ടാവുന്ന ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനാണ് മിക്സ് എഡീമ എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ തന്നെ ദർ ഈസ് എഡിമ ഡെവലപ്മെന്റ്. ദെൻ ഹൈപ്പോതൈറോയിഡിസം ആണ്, ബേസിക് മെറ്റബോളിക് റേറ്റ് കുറയും. അപ്പോൾ നമ്മൾ ഉച്ചക്കൂടെ എന്ത് ചെയ്യും? മെറ്റബോളിസം കുറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വണ്ണം വെക്കും, പക്ഷെ ലെതാർജിക്കും വീക്കും ആയിരിക്കും നമ്മൾ.
അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ പോകുന്ന അടുത്ത പാർട്ടാണ് നമ്മളുടെ പിന്നെ സോറി ഗൈസ്, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂടുന്ന കണ്ടീഷനിൽ നമുക്ക് ആകെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ പഠിക്കാനുള്ളത്, സാധാരണ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുന്നത് ട്യൂമർ ഓഫ് യുവർ തൈറോയിഡ് ഗ്ലാൻഡ് കൊണ്ടായിരിക്കും, ന്യൂഡ്യൂൾ ഡെവലപ്മെന്റ് കൊണ്ടൊക്കെ ആയിരിക്കും. അവിടെ നമുക്ക് പഠിക്കാനുള്ള ആകെ ഒരു അസുഖമാണ് നമ്മളുടെ എക്സോഫ്താൽമിക് ഗോയിറ്റ്, വിച്ച് ഇസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വിച്ച് ഇസ് കോൾഡ് എസ് ഗ്രേവ്സ് ഡിസീസ്. ഇവിടെ അഗെയിൻ മെറ്റബോളിസം ഭയങ്കര ഹൈ ആവും. അപ്പൊ ഭയങ്കര തിന്നായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. എക്സോഫ്താൽമസ് കണ്ണിന്റെ കൃഷ്ണമണി ഇങ്ങനെ താഴേക്ക് അല്ല വെളിയിലേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, സോ ഞാൻ ഇവിടെ തൈറോക്സിൻ എഴുതുമ്പോൾ ഞാൻ അതിന്റെ കൂടെ തന്നെ ഇവിടെ മാർക്ക് ചെയ്യാണ് തൈറോയിഡ് ഡിസോർഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഹൈപ്പർതൈറോയിഡിസം ആൻഡ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് തൈറോക്സിൻ സെക്രീഷൻ ആണ്, ഹൈപ്പോ എന്ന് പറയുമ്പോൾ ഡിക്രീസ്ഡ് തൈറോക്സിൻ സെക്രീഷൻ ആണ്. സെറ്റ് അല്ലേ? അങ്ങനെ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആക്ച്വലി നമ്മളുടെ തൈറോയിഡിന്റെ പാരാഫോളിക്കുലർ സെക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ദേ ഹാവ് എ ഓപ്പോസിറ്റ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ടു ദി പാരാത്ത് ഹോർമോൺ വിച്ച് ഇസ് സെക്രീറ്റഡ് ബൈ ദ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. നമുക്കറിയാം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന 4 ന്യൂഡ്യൂൾസ് ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ഇത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാത്ത് ഹോർമോൺ. എന്നാൽ കാൽസിറ്റോണിനും പാരാത്ത് ഹോർമോണിനും ഓപ്പോസിറ്റ് ആക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. ആസ് വി നോ, നമുക്കറിയാം ബ്ലഡ് കാൽസ്യം ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ 2 ഹോർമോൺസും സഹായിക്കുക. കാൽസിറ്റോണിൻ എന്ത് ചെയ്യും? ബ്ലഡ് കാൽസ്യം ലെവലിനെ കുറയ്ക്കും. ആൻഡ് പാരാത്ത് ഹോർമോൺ ബ്ലഡ് കാൽസ്യം ലെവലിനെ കൂട്ടും. എങ്ങനെ കൂട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോണിൽ നിന്ന് എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ GIT-യിൽ നിന്നോ കിഡ്നിയിൽ നിന്നോ ഉള്ള അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. വേറസ് calcitonin case ആണെങ്കിൽ they will decrease the resorption from the bone, they will decrease the absorption from kidney and stomach. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാരാത്ത് ഹോർമോൺ ഡിസോർഡേഴ്സ്. നമുക്ക് പാരാത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ അറിയാമെങ്കിൽ ഡിസോർഡർ സിമ്പിൾ ആണ്. പാരാത്ത് ഹോർമോൺ കൂടിയ ബോണിന്റെ റീസോർപ്ഷൻ കൂടും, യു ഗെറ്റ് ഓസ്റ്റിയോപൊറോസിസ്. പാരാത്ത് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഇൻ ദ ബ്ലഡ് കുറയും, യു ഗെറ്റ് എ കണ്ടീഷൻ കോൾഡ് ടെറ്റനി. ഡ്യൂ ടു ഡിക്രീസ് കാൽസ്യം ലെവൽ മസിൽ കോൺട്രാക്ഷൻ, സ്റ്റിഫൻഡ് ആവും, സ്പാസ്മിക് കോൺട്രാക്ഷൻ ഓഫ് മസിൽസ് സംഭവിക്കും. അങ്ങനെ പാരാത്ത് ഹോർമോണും കാൽസിറ്റോണിനും നമ്മൾ ടുഗദർ ആണ് പഠിക്കുക. വൺ ഈസ് എ പാരാതൈറോയിഡ് ഹോർമോൺ, ദ അതർ ഈസ് എ തൈറോയിഡ് ഹോർമോൺ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തൈമസിലേക്ക് വരും. തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് ഇതിന്റെ ലൊക്കേഷൻ ആണ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യം. അപ്പോൾ ലൊക്കേഷൻ പറയാൻ നേരത്ത് ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ്. ട്രക്കിയുടെ ബൈഫർക്കേഷന്റെ ഫ്രണ്ടിലായി, അയോട്ടയ്ക്ക് വെൻട്രലായി, എന്നാൽ ബ്രസ്റ്റ് ബോണിന് ഡോസൽ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ഇതിന് കാണുന്നത്, അല്ലെ? ബെനീത് ദ ബ്രസ്റ്റ് ബോൺ ആണ് കാണുന്നത്. ഇറ്റ് ഓൺലി പ്രൊഡ്യൂസ് എ സിംഗിൾ ഹോർമോൺ കോൾഡ് എസ് തൈമോസിൻ വിച്ച് ഇസ് കോൾഡ് എസ് ജുവനൈൽ ഹോർമോൺ ഓൾസോ. കാരണം തൈമോക്സിൻ എന്ന് പറയുന്നത് T ലിംഫോസൈറ്റ്സിന്റെ മെച്ചുറേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ്. ഇറ്റ് ഇസ് കോൾഡ് എസ് എ തോൺ ഓഫ് ഇമ്മ്യൂണിറ്റി. B ലിംഫോസൈറ്റ്സ് ആന്റിബോഡി പ്രൊഡക്ഷനും T ലിംഫോസൈറ്റ്സിന്റെ പിന്നെ അതുപോലെ തന്നെ T ലിംഫോസൈറ്റ്സിനെയും ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ബേസിക്കലി ഈ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനു സഹായിക്കാറുണ്ട്? നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. ബട്ട് ദിസ് ഗ്ലാൻഡ് നമ്മൾ ജനിക്കുന്ന സമയത്ത് വലുതായിരിക്കും, ഇറ്റ് സൈസ് റെഡ്യൂസസ്. പ്യൂബർട്ടിയുടെ സമയത്ത് മാക്സിമം സൈസിലായിരിക്കും അത് നിൽക്കുക. ദെൻ ഇറ്റ് ഗോസ് ഓൺ റിഗ്രഷനിലേക്ക് പോകും, അതിന്റെ സൈസ് കുഞ്ഞായി വരും. അതുകൊണ്ടാണ് അഡൾട്ട് ഏജ് എത്തുമ്പോൾ ആൾക്കാർക്ക് എന്ത് കുറയുക? ഇമ്മ്യൂണിറ്റി കുറയുക. ബിക്കോസ് തൈമോസിൻ ഗ്ലാൻഡ് ഇസ് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇനി തൈമോസ് ലൊക്കേഷൻ, ദെൻ തൈമോസിൻ ഹോർമോണിന്റെ ഫങ്ഷൻ. നമ്മൾ നേരെ നെക്സ്റ്റ് ഗ്ലാൻഡിലേക്ക് പോവും, വിച്ച് ഇസ് പാൻക്രിയാസ്.
സ്റ്റൊമക്, ഡിയോഡിനം. ഈ ഡിയോഡിനത്തിന്റെ സി ഷേപ്ഡ് കർവേച്ചറിലായി നമ്മൾ കാണുന്ന ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. ആക്ച്വലി പാൻക്രിയാസ് ഇസ് എ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. നിങ്ങൾക്കറിയാം പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ പാൻക്രിയാസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനും സഹായിക്കും. പാൻക്രിയാസിന്റെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്നാണ്, വിച്ച് ഇസ് കോൾഡ് എസ് ഐലറ്റ്സ് ഓഫ് ലാംഗ്രഹാൻ. 1 to 2 million സെൽസ് ആണ് അവിടെ ഉണ്ടാവുക. അതിലെ ആൽഫ സെൽസ് ഗ്ലൂക്കോഗൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ബീറ്റ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. And again they are antagonistic in function. ഇൻസുലിന്റെ ഫംഗ്ഷൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് ഗ്ലൂക്കോഗൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൂട്ടും. അപ്പോൾ എങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ നമുക്ക് കൂട്ടാം? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൂട്ടണമെങ്കിൽ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റാം, അല്ലെ? ഗ്ലൈക്കോജനോ ലൈസിസ് ചെയ്യാം. നമുക്ക് മറ്റുള്ള സബ്സ്ട്രേറ്റുകളെ പ്രോട്ടീനെയോ ലിപ്പിഡിനെയോ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പ്രോട്ടിയോലൈസിസ് ലിപ്പോലൈസിസ് നടത്തിയിട്ട് അതിന് പുതുതായി ഗ്ലൂക്കോസിനെ ഫോം ചെയ്യാം, ഗ്ലൂക്കോനിയോജെനിസിസ് ചെയ്യാം. ഇനി നേരെ തിരിച്ച് നമ്മൾ ഇൻസുലിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഗ്ലൂക്കോസിന്റെ ലെവലിനെ കുറയ്ക്കുന്ന ഹോർമോൺ ആണ് നമ്മളുടെ ബ്ലഡിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഇൻസുലിൻ ഗ്ലൂക്കോസ് ലെവലിനെ ബ്ലഡിൽ കുറയ്ക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇത് എന്ത് ചെയ്യും? നമ്മളുടെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് കൂട്ടും, so that glucose can be taken by the cells for energy production. രണ്ടാമത് എന്ത് ചെയ്യും? നമ്മുടെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഗ്ലൈക്കോജനോജനസിസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾസോ പ്രോട്ടിയോലൈസിസ് ലിപ്പോലൈസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ദെയർബൈ എന്ത് ചെയ്യില്ല? ഗ്ലൂക്കോനിയോജെനിസിസിനെ അത് പ്രൊമോട്ട് ചെയ്യില്ല. സോ ദീസ് ആർ ദി ഫങ്ഷൻ. സോ ഈ ആന്റഗോണിസ്റ്റിക് ഫങ്ഷൻ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ വി മൂവ് ഓൺ ടു ദ ഡിസോർഡർ. ഇൻസുലിൻ മാത്രമേ ഡിസോർഡർ ഉണ്ടാക്കുള്ളൂ. ഇൻസുലിൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് മെലിറ്റസ്. അപ്പോൾ നമ്മളുടെ സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് കുറയും. അപ്പോൾ സെൽസിന് ഇനഫായിട്ട് എനർജി പ്രൊഡക്ഷന് പറ്റില്ല, ബിക്കോസ് ഗ്ലൂക്കോസ് ഇസ് നോട്ട് ടേക്കൺ ബൈ ദ സെൽസ്. ആക്ച്വലി ഡയബറ്റീസ് 2 തരമുണ്ട്. യു ഹാവ് ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് ബീറ്റ സെൽസിന് ഉണ്ടാവുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡാമേജ് വഴി ഉണ്ടാവുന്നത്. അതാണ് ജുവനൈൽ ഡയബറ്റീസ്, കൊച്ചുകുട്ടികളിൽ തന്നെ കാണാവുന്നത്. എന്നാൽ ടൈപ്പ് 2 ആണ് ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ഡയബറ്റീസ് മെലിറ്റസ്. ഇതിന് കാരണം ബീറ്റ സെൽസിന്റെ പ്രശ്നമല്ല, ഈവൻ ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്, പക്ഷെ അതിനോട് സെൽസ് റെസിസ്റ്റന്റ് ആവും. എന്നും അതിനെ കൊണ്ട് എന്ത് ചെയ്യാണ്? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യിക്കാൻ സെൽസ് പറയും മതി. ഇൻസുലിൻ പറഞ്ഞാലും എന്ത് ചെയ്യില്ല? സെൽസ് ഗ്ലൂക്കോസിനെ എടുത്തുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ഡയബറ്റീസിന്റെ ടൈപ്സ് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം, ടൈപ്പ് 1 and 2. അപ്പോൾ നമ്മൾ ഇൻസുലിനും ഗ്ലൂക്കോഗണും പറഞ്ഞ് നേരെ പോകുന്നു പാൻക്രിയാസ് കഴിഞ്ഞ് നെക്സ്റ്റ് പാർട്ടിലേക്ക്, വിച്ച് ഇസ് അഡ്രിനൽ ഗ്ലാൻഡ്. ശരിക്കും കിഡ്നിയുടെ മുകളിലായിരിക്കുന്ന ഒരു ട്രയാങ്കുലർ ഗ്ലാൻഡ് ആണ് അഡ്രിനൽ എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഈ ട്രയാങ്കുലർ ഗ്ലാൻഡ് ശരിക്കും ഒരു ക്യാപ്പ് പോലെ ഇരിക്കുന്ന ഗ്ലാൻഡ് കോർട്ടെക്സും മെഡുല്ലയും നമുക്ക് കാണാൻ പറ്റും. സോ യു ഹാവ് കോർട്ടിക്കൽ ഹോർമോൺസും ഉണ്ട്, യു ഹാവ് മെഡുല്ലറി ഹോർമോൺസും ഉണ്ട്. ആൻഡ് യു നോ മെഡുല്ലറി ഹോർമോൺ ആണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ എന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂസ് ചെയ്യരുത്. ആന്റഗോണിസ്റ്റിക് അല്ല, ഇവർക്ക് സിനർജിസ്റ്റിക് ആക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊരാളുടെ ഫംഗ്ഷൻ. അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ നമ്മളുടെ എമർജൻസി ഹോർമോൺ ആണ്. ആസ് വി നോ, നമ്മൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന്റെ സമയത്ത് നമ്മുടെ ബോഡി അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മുടെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഹെയർ ഒക്കെ എണീച്ചിരിക്കുന്നു, പൈലോറക്ഷൻ സംഭവിക്കുന്നു, സ്വെറ്റിംഗ് ഉണ്ടാവുന്നു, നമ്മുടെ സെലിവറി സെക്രീഷൻ കുറയും, തൊണ്ട വരളുന്ന പോലെ പേടിക്കുമ്പോൾ അല്ലെ. അതുപോലെ ഗ്യാസ്ട്രിക് മൂവ്മെന്റ്സ് കുറയും, ഹാർട്ട് റേറ്റ് കൂടും, ബ്രീത്തിങ് റേറ്റ് കൂടും. എന്തിനു വേണ്ടിയാ? നമുക്ക് സഫീഷ്യന്റ് ഓക്സിജനെ നമ്മുടെ സെൽസിന് സപ്ലൈ ചെയ്യാൻ. ഓൾസോ ഇറ്റ് നീഡ്സ് ഗ്ലൂക്കോസ്. സോ എന്ത് ചെയ്യും? ഫാസ്റ്റ് ആയിട്ട് ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസിനെ നമ്മുടെ ബ്ലഡിലേക്ക് പ്രൊവൈഡ് ചെയ്യും, വിച്ച് ഇസ് റിക്വയർഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ. അപ്പൊ അഡ്രിനാലിൻ നമ്മളുടെ എമർജൻസി ഹോർമോൺ ആണ്. ആൻഡ് നോർ അഡ്രിനാലിൻ ആക്ച്വലി എൻഹാൻസസ് ദി ആക്ടിവിറ്റി ഓഫ് അഡ്രിനാലിൻ ഹോർമോൺ. ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻ ആണ് നോർ അഡ്രിനാലിന്റെ ഫംഗ്ഷൻ വരെ. ഇനി മെഡുല്ലറി ഹോർമോണിന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന കോർട്ടിക്കൽ ഹോർമോൺസ് ആണ്. ആക്ച്വലി കോർട്ടെക്സിനെ, അപ്പൊ ഞാൻ മെഡുല്ല ഇവിടെ എഴുതുകയാണെങ്കിൽ
നമുക്കറിയാം കോർട്ടെക്സ് 3 ലെയർ ഉണ്ട്. മിഡിൽ ലെയർ മുകളിലായി GFR എന്ന് വിളിക്കാം. ഗ്ലോമറുലോസ ഫെസിക്കുലേറ്റ റെക്ടിക്കുലാറിസ്. ഗ്ലോമറുലേസിൽ നിന്ന് നമുക്ക് റിലീസ് ചെയ്യുന്നതാണ് ആൽഡോസ്റ്റിറോൺ, that is adrenocorticoid, mineralocorticoid, that is aldosterone. Then you have fasciculator releasing glucocorticoid, which is cortisol, and finally reticulator which release sex steroids. ആദ്യം നമുക്ക് മിനറലോകോർട്ടിക്കോയിഡിൽ നിന്ന് തുടങ്ങാം. ആക്ച്വലി മിനറലോകോർട്ടിക്കോയിഡ് ഗ്ലോമറുലേസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന മിനറലോകോർട്ടിക്കോയിഡ്സ് ആണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ആൽഡോസ്റ്റിറോണിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ സോഡിയം വാട്ടർ റിട്ടൻഷൻ ഫ്രം ദ DCT ആണ്. അപ്പൊ നമ്മൾ റാസ് മെക്കാനിസത്തിൽ പഠിച്ചു, ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും, സോഡിയം വാട്ടറിനെ നമ്മുടെ ബ്ലഡിലേക്ക് എടുക്കും, ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യും ആൻഡ് യൂറിൻ ഫ്ലോയിനെ റെഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കോർട്ടിസോൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മേജർ ഫംഗ്ഷൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആൻഡ് ലിപ്പിഡ് മെറ്റബോളിസം ആണ്. ഇത് ലിപ്പോലൈസിസിന് കാരണമാവും, പ്രോട്ടിയോലൈസിസിന് കാരണമാവും, ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസിനെ ഫോം ചെയ്യാനും ഗ്ലൂക്കോനിയോജെൻസിസിനും കാരണമായിട്ട് മാറും. ഇനി ഗ്ലൂക്കോകോർട്ടിക്കോയിഡിന് എപ്പാർട്ട് ഫ്രം ദിസ് ആന്റി ഇൻഫ്ലമേറ്ററി ഫംഗ്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ലോവർ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്യൂബ് മാസ്റ്ററിനോട് പറഞ്ഞ പോലെ, ഇഫ് യു ആർ ആക്ച്വലി സ്ട്രെസ്ഡ് യു ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് കോർട്ടിസോൾ ആൻഡ് കോർട്ടിസോൾ വിൽ റെഡ്യൂസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് യു വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇൻഫെക്ഷൻസ്. Then you have reticularis region. അവിടെയാണ് നമുക്ക് സെക്സ് സ്റ്റിറോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ്രോജൻ ലൈക്ക് കെമിക്കൽസ് ആണ് അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്, വിച്ച് ബേസിക്കലി ഹെൽപ്സ് ഇൻ ആക്സിയൽ ആൻഡ് പ്യൂബിക് ഹെയർ ഫോർമേഷൻ ഡ്യൂറിങ് ദി പ്യൂബർട്ടി ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ യെസ്, അഡ്രിനൽ ഗ്ലാൻഡ് കഴിഞ്ഞു. ഇവിടെ നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡിൽ ഫുൾ അഡ്രിനൽ കോർട്ടിക്കൽ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് അഡിസൺസ് ഡിസീസ് എന്ന് പറയുക. ആൻഡ് കോർട്ടിസോളിന്റെ അളവ് മാത്രം കൂടുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുഷിൻ സിൻഡ്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളും നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ വി മൂവ് ഫ്രം അഡ്രിനൽ ഗ്ലാൻഡ് ടു ഗൊണാഡ്സ്. നമുക്കുള്ളത് ടെസ്റ്റസ്, ഓവറി. ടെസ്റ്റസിൽ നിന്ന് നമുക്കറിയാം റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ ഓർ ആൻഡ്രോജൻ. ടെസ്റ്റോസ്റ്റിറോൺ ആണ് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിന് കാരണം. അവരുടെ ലോ പിച്ച് സൗണ്ടിനും അതുപോലെ ബ്രോഡ് ഷോൾഡേഴ്സിനും അനബോളിക് എഫക്റ്റിനും മസിൽ ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓൾസോ ടെസ്റ്റോസ്റ്റിറോൺ ആണ് സ്പെർമാറ്റോജെനിസിസിനെ എൻഹാൻസ് ചെയ്യുക. വേറാസ് ഫീമെയിൽസിൽ നമുക്ക് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ട്. വേറാസ് ഈസ്ട്രോജൻ ആണ് നമ്മളുടെ ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ബ്രസ്റ്റ് ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുക. പ്രൊജസ്ട്രോൺ P4P എന്ന് ആലോചിക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രഗ്നൻസി മെയിൻ്റെനൻസ്. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. ഓക്കെ, അപ്പോൾ പ്രൊജസ്ട്രോൺ നമ്മുടെ എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ പ്രഗ്നൻസിനെ എൻഹാൻസ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. മിൽക്ക് പ്രൊഡക്ഷനും ഇതിന് സഹായിക്കാൻ പറ്റും. സോ ആഫ്റ്റർ ഓവറി, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ, ഇത് ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും കഴിഞ്ഞു. പിന്നെ നമ്മൾ പോകുന്നത് നോൺ ഓർഗനൈസ്ഡിലേക്കാണ്. നോൺ ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ വി നോ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഇവിടെ നമ്മൾ ആദ്യം പറയുക ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഏട്രിയയുടെ വോൾസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് റാസ് മെക്കാനിസത്തിന് ചെക്ക് ചെയ്യാനും യൂറിൻ ഔട്ട്ഫ്ലോ കൂട്ടാനുമാണ് ഇത് സഹായിക്കുന്നത് വെനെവർ യുവർ ബ്ലഡ് വോളിയം ഈസ് വെരി ഹൈ. ഇനി രണ്ടാമത്തെ ആളാണ് നമ്മളുടെ എരിത്രോപോയിറ്റിൻ. എരിത്രോപോയിറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് കിഡ്നി ആണ്. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ഇൻ RBC പ്രൊഡക്ഷൻ. ദെൻ യു ഹാവ് ഗ്യാസ്ട്രിൻ. നമ്മളുടെ സ്റ്റൊമക്കിന്റെ വോൾ സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷന് സഹായിക്കും. ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് അത് ഡിയോഡിനത്തിന്റെ വോൾ സെക്രീറ്റ് ചെയ്യുന്നതാണ്. ഗ്യാസ്ട്രിൻ സെക്രീഷനെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് GIPയുടെ ഫംഗ്ഷൻ. ദെൻ യു ഹാവ് കോളിസിസ്റ്റോകൈനിൻ. ഇതാണ് പാൻക്രിയാറ്റിക് ജ്യൂസും ബൈൽ ജ്യൂസും സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുക. വേറെ സെക്രീറ്റിൻ നമ്മളുടെ പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിൽ നിന്ന്
നമ്മുടെ ബൈകാർബണേറ്റ് അയോൺസിനെയും വാട്ടറിനെയും സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. സോ ദിസ് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നോൺ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ഒക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഫുൾ എൻഡോക്രൈൻ സിസ്റ്റം പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഹോർമോൺസിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനുമാണ് അറിയാനുള്ളത്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ ഗ്ലാൻഡ്സോ അതിന്റെ റിലേറ്റഡ് എൻസൈംസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് ആ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം, വിച്ച് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ് ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ. റൈറ്റ്. ആക്ച്വലി ഹോർമോൺസിനെ അവരുടെ കെമിക്കൽ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ യു ഹാവ് പെപ്റ്റൈഡ് ഹോർമോൺസ്. ഏറ്റവും കൂടുതലുള്ളത് പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അതുകൊണ്ട് ഞാൻ പറയുക എല്ലാ ഹോർമോണും പഠിച്ചിട്ട് പെപ്റ്റൈഡ് ഹോർമോൺ പഠിക്കുക എന്നുള്ളതാണ്. ദെൻ യു ഹാവ് ഐഡോതൈറോണിൻ. You have amino acid derivatives like adrenaline, noradrenaline, and then you have, yes, of course, your steroid hormones. Steroids എന്ന് പറയുമ്പോൾ ലിപ്പിഡ്സ് ആണ്, പെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് ആണ്. ഐഡോതൈറോണിൻ എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ് ആയിട്ടുള്ള നമ്മളുടെ പിന്നെ തൈറോസിനെ അയഡിൻ ആഡ് ചെയ്യുന്നതാണ്. ആൻഡ് യു ഹാവ് അഡ്രിനാലിൻ. ഇത്രയാണ് നമുക്കുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. ഇതിൽ പെപ്റ്റൈഡ് ഹോർമോണും അഡ്രിനാലിനും ഒരു മെക്കാനിസം ഓഫ് ആക്ഷനും ഐഡോതൈറോണിനും സ്റ്റിറോയിഡിനും മറ്റൊരു മെക്കാനിസം ഓഫ് ആക്ഷനുമാണ് ഉള്ളത്. ആൻഡ് ഹൗ വി വിൽ മെമ്മറൈസ് ഓൾ ദിസ്? അപ്പൊ ഏറ്റവും എളുപ്പം സ്റ്റിറോയിഡ് ഹോർമോൺസ് ഓർക്കാനാണ്. നമുക്കുള്ള സ്റ്റിറോയിഡ്സ് അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നുള്ള കോർട്ടിസോൾസ്, ആൽഡോസ്റ്റിറോൺ, cortisol and sex steroids. ഇതിനു പുറമെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ ഫ്രം ദി ഗൊണാഡ്സ്. ബാക്കി എല്ലാം തന്നെയും പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. ഐഡോതൈറോണിൻ T3 T4 ആണെന്ന് നിങ്ങൾക്കറിയാം. അഡ്രിനാലിൻ ഈസ് എ സിംഗിൾ സെറ്റ് ഓഫ് ഹോർമോൺ, അല്ലെ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. ഇനി ഈ ഹോർമോൺസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും ഡിഫർ ചെയ്യും. പെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സെൽ മെംബ്രെയിനിലൂടെ പ്രോട്ടീൻ കയറി പോവില്ല. സോ ദേ ഹാവ് എക്സ്ട്രാ സെല്ലുലാർ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ അല്ല, മെംബ്രെയിൻ ബോണ്ട് റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സിലേക്ക് ഹോർമോൺസ് ബൈൻഡ് ചെയ്യുന്നു. ഇതൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു സെക്കൻഡറി മെസ്സഞ്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സെക്കൻഡറി മെസ്സഞ്ചർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലെ ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാക്കും. Whereas if you take ഐഡോതൈറോണിൻ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഇവരുടെ റിസപ്റ്റേഴ്സ് എല്ലാം തന്നെ ന്യൂക്ലിയസിനകത്തുള്ള ഇൻട്രാന്യൂക്ലിയർ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണ്. ഇതിലേക്ക് ഹോർമോൺ ബൈൻഡ് ചെയ്യുന്നു, അത് ജീനിനെ ചേഞ്ച് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ്. ഇത്രയും പറയുമ്പോൾ ഹോർമോൺ എന്ന് പറയുന്ന പാർട്ട് ക്ലാസിഫിക്കേഷനും വെച്ച് കംപ്ലീറ്റഡ് ആണ്. സോ ടോപ്പിക്സ് നമ്മളൊരു മാപ്പ് ചെയ്ത് എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാണ്. സോ വി ആർ സ്റ്റാർട്ടിങ് ഫ്രം AIPMT 2006 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. Yes, Ophiura is brittle star. Which hormone causes dilation of blood vessels, increased oxygen consumption and glucogenesis? ഗ്ലൂക്കോജെനിസിസ് വന്നപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്ത് ഓക്സിജൻ കൺസപ്ഷൻ ടിഷ്യൂവിൽ കൂട്ടി ഗ്ലൂക്കോജെനിസിസ് വഴി ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലിനെയും കൂട്ടുന്ന ഹോർമോൺ ഏതാണ്?
which is actually required for energy production. അല്ലെ, ഓക്സിജൻ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ഗ്ലൂക്കോസ് മാത്രം ചെക്ക് ചെയ്യരുത്, ആൻഡ് ഡയലേറ്റഡ് ബ്ലഡ് വെസൽസ് ആണ് ആ ഗ്ലൂക്കോസിനെ ടിഷ്യൂലേക്ക് എത്തിക്കുന്നത്. സോ യു ക്യാൻ ആക്ച്വലി എസ്കേപ്പ് ഫ്രം എ റീജിയൻ. ഇറ്റ് ഈസ് ആക്ച്വലി അഡ്രിനാലിൻ, യുവർ എമർജൻസി ഹോർമോൺ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഈസ് അഡ്രിനാലിൻ. ഇത് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഗ്ലൂക്കോജെനസിസ് മാത്രമല്ല, ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസലും ഓക്സിജൻ കൺസപ്ഷനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Sertoli cells are regulated by the pituitary hormone known as. ആണോ ജോയൽ? Was it useful for you? Sertoli cells are regulated by pituitary hormone known as. നമ്മളിപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഒക്കെ പഠിച്ചു തീർന്ന സമയമാണ്, നമുക്കറിയാം. മെയിൽസിലെ സെർട്ടോളി സെൽസിനെ റെഗുലേറ്റ് ചെയ്യിക്കുന്നത് FSH ആണ്. ഹായ് ഗുലാബി. യെസ്, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ അല്ലെ. A steroid hormone which regulate glucose metabolism is. Which steroid hormone regulate glucose metabolism? യെസ്, നമുക്കൊരു പേരേ അറിയുള്ളൂ, ദാറ്റ് ഇസ് കോർട്ടിസോൾ. കോർട്ടിസോൾ ആണ് നമ്മളുടെ glucocorticoid which actually helps in maintaining of blood glucose metabolism. Which of the following is not a secondary messenger in hormone action? Which of this is not a secondary messenger? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് വരുന്ന ഹോർമോണുകൾക്ക് എല്ലാവർക്കും സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. 3 എക്സാമ്പിൾ NCERT പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 ഒരാളെ ഇവിടെ നിങ്ങൾക്ക് ഓഡ് വൺ ഔട്ട് കാണാം. There is cyclic AMP, cyclic GMP, calcium, but there is no sodium. Sodium is not a secondary messenger. Answer is first option. Question number 5. A health disorder that results from the deficiency of thyroxine in adult, characterized by low metabolic rate, increase in body weight, tendency to retain water in tissue. Important keywords: health disorder of thyroxine ആണ്, deficiency ആണ്, adultലാണ്. ഇവിടെ റിട്ടൈൻ വാട്ടർ ഇൻ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പോയിന്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അഡൽട്സിൽ ഉണ്ടാവുന്ന വാട്ടർ റിട്ടൈൻ ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള തൈറോക്സിൻ ഡെഫിഷ്യൻസിനെ നിങ്ങൾ മിക്സ് എഡിമ എന്നാണ് പറയുന്നത്. എഡിമ നീര് മിസ് പറഞ്ഞായിരുന്നു. ഹൈപ്പോതൈറോയിഡിസം ജനറൽ ടേം ആണ്. ഈവൻ ക്രെറ്റിനിസം ഈസ് ഹൈപ്പോതൈറോയിഡിസം, സിമ്പിൾ ഗോയിറ്ററി ഈസ് ഹൈപ്പോതൈറോയിഡിസം. പക്ഷെ ഇതിൽ വാട്ടർ റിട്ടൈൻ ചെയ്യുന്ന അഡൽട്സിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസോർഡർ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയും മിക്സ് എഡിമയാണ്. ക്ലിയർ ആണോടാ? ക്ലിയർ അല്ലേ? കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ വരുന്നുണ്ടല്ലോ. APMT 2010 നമ്മൾ എത്തി. ക്ലിയർ റൈറ്റ്? നമ്മളെപ്പോഴും വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ചിലപ്പോൾ 2 ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കാം, പക്ഷെ മോർ സ്പെസിഫിക് ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് എപ്പോഴും പറ്റണം. ടോക്സിക് ഏജന്റ്സ് പ്രസന്റ് ഇൻ ദ ഫുഡ് വിച്ച് ഇന്റർഫിയർ വിത്ത് തൈറോക്സിൻ സിന്തസിസ് ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ക്യാബേജ് കഴിച്ചാല്, ബ്രൊക്കോളി കഴിച്ചാല്, അമിതമായി കഴിച്ചാലാണ് കേട്ടോ, അല്ല കുറച്ച് കഴിച്ചു തന്നെ ഒരു പ്രശ്നമില്ല. അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷൻ ഉണ്ടാവും. അതിന്റെ പേരെന്താണ് സ്പെസിഫിക് ആയിട്ട്? അയഡിൻ കിട്ടാതെ നമുക്കുണ്ടാവുന്ന ഗോയിറ്റർ ഏതാണ്?
അയഡിൻ ഫുഡിലൂടെ നമുക്ക് കിട്ടാത്തതുകൊണ്ട്. കാരണം ആക്ച്വലി ക്യാബേജ്, കോളിഫ്ലവർ പോലുള്ള സബ്സ്റ്റൻസസ് അയഡിൻ അബ്സോർപ്ഷൻ ഫ്രം ഫുഡാണ് കുറയ്ക്കുക. യെസ്, വിച്ച് സിമ്പിൾ ഗോയിറ്റർ അല്ലെ, എൻഡമിക് ഗോയിറ്റർ അല്ലെങ്കിൽ സിമ്പിൾ ഗോയിറ്റർ ആണ്. ഫുഡിലൂടെ നമുക്ക് അയഡിൻ അബ്സോർപ്ഷൻ നടന്നില്ല എങ്കിൽ വി കനോട്ട് പ്രൊഡ്യൂസ് തൈറോക്സിൻ ഫ്രം തൈറോസിൻ അമിനോ ആസിഡ്. അങ്ങനെ ആകുമ്പോഴേക്കും ബേസിക്കലി യു ഗെറ്റ് ദിസ് TSH എന്ത് ചെയ്യും, ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ ബിഗ് ആക്കും. ദാറ്റ് ഈസ് സിമ്പിൾ ഗോയിറ്റ്. നെക്സ്റ്റ്, injury to adrenal cortex is not likely to affect the secretion of which of the following? അഡ്രിനൽ കോർട്ടെക്സിൽ നമുക്ക് ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ ഏത് ഹോർമോണിന്റെ സെക്രീഷന് പ്രശ്നമില്ല? അഡ്രിനൽ മെഡുലയിലെ ഹോർമോണിന്റെ സെക്രീഷന് പ്രശ്നമില്ല, വിച്ച് ഇസ് ആക്ച്വലി അഡ്രിനാലിൻ. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. Which one of the following pair is incorrectly matched? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് റിലാക്സിൻ സെക്രീഷന് സഹായിക്കും എന്ന് പറഞ്ഞു. കോർപ്പസ് ലൂട്ടിയം റിലാക്സിൻ സെക്രീഷന് സഹായിക്കും ഓൺ ടു ദ 7th month ഓഫ് പ്രഗ്നൻസി. ഇൻസുലിൻ നമുക്കറിയാം ഡയബറ്റിസ് മെലിറ്റസ് ഡിസീസ് ഉണ്ടാക്കും കുറയുമ്പോൾ. ഗ്ലൂക്കോഗൺ ബീറ്റ സെൽസ് അല്ല, ആൽഫ സെൽസ് ആണ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ആൻഡ് ദെൻ സൊമാറ്റോസ്റ്റാറ്റിൻസ് ഡെൽറ്റ സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അഗെയിൻ ബൈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻഡ്, which is something out of syllabus from you, but even then നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇത് നോട്ടീസ് ചെയ്യാം. Some points we will study through questions. Next, AIPMT Mains 2010. Which one of the following is now being commercially produced by biotechnological procedures? നമുക്കറിയാം ഇൻസുലിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. You have studied in biotechnology application. Answer is third option. Select the correct matching of hormone, its sources and function. യെസ്, നമുക്ക് നോക്കാം. ഹോർമോൺ നോർ എപ്പിനെഫ്രിൻ അഡ്രിനൽ മെഡുല്ലയാണ് സോഴ്സ് ആയിട്ട് വരുന്നത്. ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, നോർ എപ്പിനെഫ്രിൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അഡ്രിനൽ മെഡുല്ലയിൽ നിന്നാണ്. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, റേറ്റ് ഓഫ് റെസ്പിറേഷൻ, അലർട്ട്നെസ്. ഗ്ലൂക്കോഗൺ ബീറ്റ സെൽ അല്ല, ആൽഫ സെല്ലാണ്. പ്രൊലാക്റ്റിൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അല്ല, ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. വാസോപ്രസിൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഇൻക്രീസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ അല്ല, ഡിക്രീസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11.
Signals from fully developed fetus and placenta ultimately lead to parturition, which require the release of. Yes, നമുക്ക് നോക്കാം. യെസ്, ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്താലാണ് നമുക്ക് പാർച്ചുറിഷൻ നടക്കുക ആഫ്റ്റർ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യുന്നത് മെറ്റേണൽ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് എന്തിനാണ് ഗുലാബി? ഇറ്റ്സ് നെവർ ഫ്രം ദി ഫീറ്റൽ പിറ്റ്യൂട്ടറി. മെറ്റേണൽ പിറ്റ്യൂട്ടറി ആണ് എന്ത് ചെയ്യുക, പ്രസവിക്കുക അമ്മയുടെ പിറ്റ്യൂട്ടറി ആണ് ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12, AIPMT 2012 എത്തിയ നമ്മള് which one of the following pair of hormone are the example of those that can easily pass through cell membrane of the target cell and bind to the receptors inside it, mostly nucleus? Yes, cortisolum testosterone. Answer is second option. Because these two are steroid hormones. ബാക്കി കൊടുത്തിരിക്കുന്ന somatostatin, oxytocin, insulin, glucagon, thyroxine and all these are peptide hormones. അല്ലേ? Question number 13. A pregnant female delivers, ഇവിടെ thyroxine എന്ന് പറയുന്നത് മാത്രം ഐഡോതൈറോണിൻ ആണ്, which can also act like cortisol and testosterone. പക്ഷെ thyroxine കൂടെ കൊടുത്തിരിക്കുന്ന ഇൻസുലിൻ ആയതുകൊണ്ട് again we cannot take that option. Question number 13. A pregnant female delivers a baby who suffer from stunted growth, mental retardation, low intelligence quotient and abnormal skin. This is the result of. Due to the deficiency of iodine in diet, അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓവർ സെക്രീഷൻ ഓഫ് പാർട്സ് ഡിസ്ചാലസ് നോ മാറ്റർ. ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ അല്ല. ഗ്രോത്ത് ഹോർമോണിന്റെ മാത്രമാണെങ്കിൽ യു ഡോണ്ട് ഗെറ്റ് മെന്റൽ റിട്ടാർഡേഷൻ ഒന്നും ഉണ്ടാവില്ല. ദിസ് ഇസ് ക്രിറ്റിനിസം കണ്ടീഷൻ. നമുക്കറിയാം ക്യാൻസർ ഓഫ് തൈറോയിഡ് കൊണ്ട് ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയിഡ് ആണ് വരുന്നത്, നോട്ട് ഹൈപ്പോ സെക്രീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. Which of the following statement is correct in relation to the endocrine system? Which of the following statement is correct in relation to endocrine system? Releasing inhibiting hormones are produced by pituitary, alla. Hypothalamus. Adenohypophysis is under direct neural regulation, alla. Neurohypophysis ആണ് direct neural regulation. Organs
organs in the body like gastrointestinal tract, kidney, liver do not produce hormone. തെറ്റാണ്. Non-nutrient chemicals produced by the body in trace amount acting as intercellular messenger ആണ് നമ്മളുടെ ഹോർമോൺ. So answer is fourth option. Hi Vishal. So happy to hear that. എടാ എറണാകുളം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ അല്ലേ? MESലാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന്റെ എക്സാം ആവാറായോ? ഇല്ല അല്ലേ? ലൈക്ക് ഇന്റേണൽസ് ഒക്കെ നടക്കുന്ന സമയമാവുന്നല്ലേ ഉള്ളൂ. സെക്കൻഡ് ഇന്റേണൽസ് ആയിരിക്കില്ലേ? ഫസ്റ്റ് ഇന്റേണൽസ് ഒക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെ പോണു വിശാലേ? സോ ഹാപ്പി. ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ബിഗ് മോട്ടിവേഷൻ ഫോർ ഓൾ ദീസ് സ്റ്റുഡൻസ്. മിസ് യു ടു. മിസ് യു പറയല്ലോ, സോ ഹാപ്പി ഫോർ യു എന്നാണ് പറയാനുള്ളത്. അങ്ങനെ ഡ്രീമിലേക്ക് റീച്ച് ചെയ്ത ഒരാളും കൂടെ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നീറ്റിന്റെ അങ്ങ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. മക്കളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ്. വിശാലെ ഇവർക്കൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ടിപ്പ് കൂടെ പറഞ്ഞു കൊടുത്തേച്ച് പോകണം കേട്ടോ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. 2014. Identify the hormone with its correct matching of the source and function. Oxytocin, posterior pituitary, growth and maintenance of mammary gland in a സഹായിക്കും. Yes. Now, നമുക്ക് growth and maintenance of mammary gland എന്നാണ് പറഞ്ഞിരിക്കുന്നത്, which is not the function of oxytocin. Oxytocin mammary glandന്റെ മെയിൻ ഗ്രോത്തിന് സഹായിക്കുന്നത് ഈസ്ട്രജൻ ആണ്. ഇറ്റ് ഓൺലി ഹെൽപ്സ് ഇൻ മിൽക്ക് ഈജക്ഷൻ. അടുത്തത് മെലറ്റോണിൻ പിനിയൽ ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യും, റെഗുലേറ്റ് നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. കറക്റ്റ് ആൻസർ. പ്രൊജസ്ട്രോൺ കോർപ്പസ് ലൂട്ടിയം സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആക്ടിവിറ്റിക്ക് ഈസ്ട്രജൻ ആണ് സഹായിക്കുക. ഏട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ വെൻട്രിക്കുലർ വാളിൽ നിന്നല്ല, ഏട്രിയൽ വാളിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെല്ലാവരും ഒന്ന് ചെറുതായിട്ട് ഹാപ്പി ആയോ? അടുത്ത വർഷം നമ്മൾ എത്തൂല്ലേ? അടിപൊളിയായിട്ട് പഠിക്കുകയാണ്. PYQ സീരീസ് 2006 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കണം. എപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് PYQ ക്വസ്റ്റ്യൻസ് ആസ് സച്ച് ബൈ ഹാർട്ട് ചെയ്യാനുള്ളതൊന്നും അല്ല. പക്ഷെ PYQ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നീറ്റിന് ഏതെല്ലാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു ക്രാക്ക് ഇറ്റ്, ആക്ച്വലി യു ഹാവ് ടു ബി വെരി കോൺഫിഡൻറ്റ് ഓൺ ദിസ് ചാപ്റ്റർ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ 2006 തൊട്ട് 2024 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ടിപ്പിക്കലി മീൻസ് ദാറ്റ് ഈ വർഷം വരുന്ന ക്വസ്റ്റ്യന് നിങ്ങൾ ഉറപ്പായും ചെയ്യും. ഓക്കെ, ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഈ PYQ സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും PYQ സീരീസ് മിസ്സാവാതെ ഫസ്റ്റ് ലാസ്റ്റ് കാണണം. അത് സുവോളജി മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കാണണം. ആരും മിസ്സാക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. Fight or flight reaction cause activation of parathyroid gland leading to the increase of metabolic activity അല്ല. Kidney leading to suppression of renin-angiotensin. Adrenal medulla leading to the increased secretion of epinephrine, norepinephrine, which is responsible for fight and flight response. Answer is third option. Now we reach 2015 എത്തി. ഇനി ഒരു 10 വർഷം കൂടെ ഉണ്ട്. 25 6 സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 2015 ആവുമ്പോഴേക്കും ഓൾമോസ്റ്റ് 9 ഇയേഴ്സ് കഴിഞ്ഞു. 9 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു. For 2015, which of the following hormone is not involved in sugar metabolism? താങ്ക് യു സോ മച്ച് വിശാൽ. വിശാൽ പറഞ്ഞതാണ് ശരിക്കും സത്യം. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്കൊരു വിശ്വാസം വേണം എന്നുള്ളതാണ് അല്ലേ? ഐ വിൽ ജസ്റ്റ് 234 ഇന്ന് ഇപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജ് MESൽ ഇരിക്കുന്നു. സോ ഇഫ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി യു ഗൈസ് ക്യാൻ ഓൾസോ. ഇറ്റ് ഈസ് വെരി ബിഗ് ഡിറ്റർമിനേഷൻ വിശാൽ. അതിന് വിശാലിന് ഒരു ഹാൻഡ്സ് ഓഫ് തന്നെ പറയണം. കാരണം അത് ജസ്റ്റ് നമ്മളിങ്ങനെ പറയുന്ന പോലെ ഇപ്പോൾ വിശാലിന് ഇരുന്ന് പറയാണ് എനിക്ക് ആദ്യത്തെ എക്സാമിൽ ഇതായിരുന്നു, അങ്ങനെയല്ല.
നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഡ്രീം കോളേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഡ്രീം കോഴ്സിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു. ശരിക്കും ക്ലാസ്സിൽ വന്ന് ഇവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ മക്കൾ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുക. അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ വേണം എന്നെ സന്തോഷിപ്പിക്കാൻ. ആൻഡ് ബിലീവ് ഇൻ യു, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര വൈറ്റൽ ഒരു പോയിന്റ് ആയിരുന്നു. ബിലീവ് ഇൻ യു. ഇപ്പൊ പല ആൾക്കാരും പറയും എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് പഠിക്കാൻ വയ്യ, എക്സാം എഴുതാൻ വയ്യ, PYQ സീരീസ് ചെയ്യാൻ വയ്യ, ഒന്നിനും സമയമില്ല, ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഫ്രൈറ്റൻഡ്. അതുകൊണ്ട് കാര്യമില്ല. വി ഹാവ് ടു ആക്ച്വലി ബിലീവ് ഇൻ അവർ സെൽഫ് ആൻഡ് ഗോ വിത്ത് ഇറ്റ്. Which one of the following hormone is not involved in sugar metabolism? Sugar metabolismത്തിൽ ഇൻവോൾവ് അല്ലാത്ത ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോഗൺ നമുക്കറിയാം, യെസ് ഷുഗർ മെറ്റബോളിസം ഇൻവോൾവ് ആണ്. കോർട്ടിസോൾ, യെസ് ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ആണ്. ആൽഡോസ്റ്റിറോൺ ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ എനി ഷുഗർ മെറ്റബോളിസം. അത് ശരിക്കും വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസിനാണ് സഹായിക്കുക. ഇൻസുലിൻ അഗെയിൻ റിഡ്യൂസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ though synthesized elsewhere is stored and released in the master gland? യെസ്, നമുക്കറിയാം മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ അതർവൈസ് കോൾഡ് ആസ് ADH നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഇറ്റ് ഇസ് ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ ADH, സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ ഫ്രം 2016. ദേ ഈ 2016 ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ 2026 നിൽക്കുന്നത്. Which of the following pair of hormones are not antagonistic to each other? യെസ്, നമുക്ക് നോക്കാം. പാരാത് ഹോർമോൺ കാൽസിറ്റോണിൻ ആണ്. ഇൻസുലിൻ ഗ്ലൂക്കോഗൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും കുറയ്ക്കും. ആൽഡോസ്റ്റിറോണും ആന്റി ഏട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ, ഏട്രിയൽ നാട്രിയൂറിറ്റിക് ഫാക്ടർ യൂറിൻ ഫ്ലോ കൂട്ടും, ആൽഡോസ്റ്റിറോൺ കുറയ്ക്കും. പക്ഷേ റിലാക്സിൻ ഇൻഹിബിൻ ഹാവ് നോ സച്ച് ഓപ്പോസിറ്റ് ആക്ഷൻ. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. Graves' disease is due to? Yes, it is hypersecretion of thyroid gland. Answer is fourth option. Question. Name a peptide hormone which act mainly on hepatocyte, adipocyte and enhance cellular glucose uptake and utilization. ഹെപ്പറ്റോസൈറ്റ്സിൽ ആക്ട് ചെയ്തുകൊണ്ട് അഡിപ്പോസൈറ്റ്സിൽ ആക്ട് ചെയ്തുകൊണ്ട് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഈസി പീസി. ഇറ്റ് ഈസ് ഇൻസുലിൻ അല്ലെ? ഇൻസുലിൻ ആണ് സെല്ലുലാർ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യുന്നത്. ദേ മെയിൻലി ആക്ട് ഓൺ അഡിപ്പോസൈറ്റ്സ്, ദാറ്റ് ഈസ് ദ ഫാറ്റ് സെൽസ്, ആൻഡ് ഹെപ്പറ്റോസൈറ്റ്സ് വിച്ച് ഇസ് ദ ലിവർ സെൽസ്. Question. Osteoporosis, an age-related disease of skeletal system, may occur due to?
Yes, osteoporosis, age-related disorder of skeletal tissue, decreased level of estrogen vadi undavum, so that calcium absorption happens from the bones. Accumulation of uric acid in the joints is a gout. Immune disorder affecting neuromuscular junction leading to fatigue is actually your myasthenia gravis, and high concentration of calcium and sodium never called calcium sodium koodi kazhinjal it never causes osteoporosis. Answer is first option. Question: the posterior gland, pituitary gland, is not a true endocrine gland because why posterior pituitary is called not a true endocrine gland? Yes, അത് ലോക്കോമോഷനിലെ ആണെന്നും പറയാം because there is hormone involved. ഞാൻ ഇവിടെ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് മിക്സ് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഹ്യൂമൻ ഫിസിയോളജിയിലെ പല ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൺസെപ്റ്റ് കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനെ ട്രൂ എൻഡോക്രൈൻ എന്ന് പറയാൻ കാരണം ട്രൂ അല്ല എന്ന് പറയാൻ കാരണം ഇറ്റ് ഓൺലി സ്റ്റോർസ് ആൻഡ് റിലീസ് ഹോർമോൺസ്. ഹൈപ്പോതലാമസിലെ ഹോർമോൺസിനെ സ്റ്റോർ ചെയ്ത് റിലീസ് ചെയ്യുന്നതല്ലാതെ സ്വന്തമായിട്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ഇറ്റ്സ് അണ്ടർ ദ റെഗുലേഷൻ ഓഫ് ഹൈപ്പോതലാമസ് കാരണം അല്ല നോട്ട് ട്രൂ ഗ്ലാൻഡ് എന്ന് വിളിക്കാത്തത്. സെക്രീറ്റ്സ് എൻസൈംസ്, ഇറ്റ്സ് നോട്ട് സെക്രീറ്റിംഗ് എൻസൈം, സെക്രീറ്റിംഗ് ഹോർമോൺ. ഇറ്റ് പ്രൊവൈഡ്സ് വിത്ത് ഡക്ട് ഇല്ല, ഇറ്റ്സ് ചോസ് ആൻഡ് റിലീസ് ഹോർമോൺസ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുക, ആക്ച്വലി അതിനെ നമ്മൾ നോട്ട് എ ട്രൂ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുക. Now 2017, a temporary endocrine gland in the human body is. 2016 3 ക്വസ്റ്റ്യൻസ് ആണ്. ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്, വിച്ച് ആക്ച്വലി ഹെൽപ്സ് ഇൻ ദ റിലീസ് ഓഫ് റിലാക്സിൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയും പറയാം. GnRH, a hypothalamic hormone needed in reproduction, act on. GnRH എന്ന് പറയുന്നത് ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ ആണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്തുകൊണ്ട് LH ആൻഡ് FSH സെക്രീഷന് സഹായിക്കും. ക്വസ്റ്റ്യൻ നമ്പർ: hypersecretion of growth hormone in adults does not cause further increase in height because. എന്തുകൊണ്ടാണ് അഡൽട്സിൽ ഈവൻ ഇഫ് ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ ഇൻക്രീസസ് ദേ ഡോണ്ട് ഗ്രോ ഇൻ ഹൈറ്റ്? അക്രോമെഗാലിയും ജൈജാൻറ്റിസും തമ്മിൽ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലേ, അതിന് കാരണം എന്താണ്? എപ്പിഫൈസിയൽ പ്ലേറ്റ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ അറിയണം, നമ്മളുടെ ബോൺ എടുക്കുമ്പോൾ യു ഹാവ് ഓസ്റ്റിയോബ്ലാസ്റ്റിന്റെ ഒരു റിംഗ് ഓഫ് സെൽസ് ഈ ഒരു റീജിയനിലായിട്ട് കാണും. ഇതിനെയാണ് നമ്മൾ എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുക. ഈ എപ്പിഫൈസിയൽ പ്ലേറ്റ് ക്ലോസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആവുന്നതുകൊണ്ടാണ് യു കനോട്ട് ഗ്രോ, ബിക്കോസ് ഈ റീജിയനിൽ നിന്നാണ് ശരിക്കും ബോൺ ഗ്രോത്ത് സംഭവിക്കുന്നത്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ 2018, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ? You know it.
Epinephrine amino acid derived hormone ആണ്. Answer is first option. Classification of hormones എന്നുള്ള direct question ആണ്. Which of the following hormone can play a significant role in osteoporosis? Yes, നമുക്കറിയാം ഈസ്ട്രജനും പാരാതൈറോയ്ഡ് ഹോർമോണുമാണ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ, ഹൗ ഡസ് സ്റ്റിറോയിഡ് ഹോർമോൺ ഇൻഫ്ലുവൻസ് ദ സെല്ലുലാർ ആക്ടിവിറ്റി? സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ചോദിച്ചത്. നമുക്കറിയാം സ്റ്റിറോയിഡ് ഹോർമോൺസ് നേരെ സെല്ലിനകത്തേക്ക് ചെന്ന് ഇൻട്രാസെല്ലുലർ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് DNA ചേഞ്ച് ചെയ്യും. ബൈൻഡിങ് വിത്ത് ദ DNA ഫോമിംഗ് എ ജീൻ ഹോർമോൺ കോംപ്ലെക്സ്. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ 16, മാച്ച് ദ ഫോളോയിങ് ഹോർമോൺ വിത്ത് ദ റെസ്പെക്റ്റീവ് ഡിസീസസ്. നോക്കാം. ഇൻസുലിൻ, ഡയബറ്റിസ് മെലിറ്റസ്. സോ A5 വരുന്നു. 2 ഓപ്ഷൻസ് ആണുള്ളത്. തൈറോക്സിൻ നമുക്കറിയാം ഗോയിറ്റർ. സോ B4 വരുന്നു. ആൻസർ ഷുഡ് ബി തേർഡ് ഓപ്ഷൻ. കോർട്ടിക്കോയിഡ്സ് നമുക്ക് ഉണ്ടാക്കുന്ന രോഗമാണ് അഡിസൺസ് ഡിസീസ് എന്ന് പറയുക. ഗ്രോത്ത് ഹോർമോണിൽ അക്രോമെഗാലിയാണ് നമുക്ക് ഉണ്ടാവുക. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ 2019, which of the following hormone is responsible for both the milk ejection reflex and fetal ejection reflex? Easy question. നിങ്ങൾ നോക്കണേ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാലുള്ള ഒരു ഗുണം, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് യു ഹാവ് ഡൺ യു ആർ ഏബിൾ ടു ആൻസർ ഇറ്റ്. യു ആർ ഗെറ്റിംഗ് ഈസി ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഭയങ്കര തല പൊട്ടുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതൊന്നും ചോദിക്കുന്നില്ല. യെസ്, ഇറ്റ് ഈസ് ഓക്സിറ്റോക്സിൻ വിച്ച് ഹെൽപ്സ് ഇൻ parturition and milk ejection. Which of the following condition will stimulate parathyroid gland to release parath hormone? Which of the following condition will stimulate parathyroid gland to release parath hormone? നമുക്കറിയാം പാരാത്ത് ഹോർമോൺ റിലീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ബ്ലഡ് കാൽസ്യം ലെവൽ കുറയുക എന്നുള്ളതാണ്. ഫോൾ ഇൻ ബ്ലഡ് കാൽസ്യം ലെവൽ. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഫോൾ ഇൻ ബോൺ കാൽസ്യം ലെവൽ അല്ല, റൈസ് ഇൻ കാൽസ്യം ലെവൽ കൂടിയ കാൽസിറ്റോണിൻ ആണ്. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. Question number 19, artificial light, extended work time and reduced sleep time disturb the activity of. നമ്മുടെ മോഡേൺ ഡേ ലൈഫ് സ്റ്റൈൽ എന്ന് നമുക്ക് വിളിക്കാം. ഫോണൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഏത് ഹോർമോൺ റിലീസിനെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുക? Yes, it is melatonin from the pineal gland. Answer is second option. Question number 20. A, B, C, D in the diagrammatic representation of mechanism of hormone. Select the correct option from the following. This is NCERT diagram.
Again on the mechanism of hormone action. നമ്മൾ നോക്കിയിട്ട് mechanism of hormone action നമ്മൾ 3 ക്വസ്റ്റ്യൻ അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെയായിട്ട്. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ അതങ്ങ് വിട്ട് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്ന ഏരിയ ആണ് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കണ്ടോ. നീറ്റിന് നമുക്ക് ഒന്നും ഉപേക്ഷിക്കാൻ പറ്റൂല എന്ന് വളരെ ടിപ്പിക്കലായി അതിന്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഫ്രം എവ്രിവെയർ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ. ഉറപ്പായും ഇതൊരു പ്രോട്ടീൻ ഹോർമോൺ ആണ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റിറോയിഡ് ഹോർമോൺ. ആ 2 ഓപ്ഷനും കട്ട് ചെയ്യാം. പ്രോട്ടീൻ ഹോർമോൺ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സൈക്ലിക് AMP C വിച്ച് ഇസ് എ സെക്കൻഡറി മെസ്സഞ്ചർ. സോ ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ 2020 ഇനി വെറും 5 വർഷം മാത്രം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻസുലിൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർഗ്ലൈസീമിയ. Glucocorticoids stimulate gluconeogenesis. Glucagon is associated with hypoglycemia. Insulin acts on pancreatic cells and adipocytes. ഇൻസുലിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പോഗ്ലൈസീമിയ. ഇൻസുലിൻ കൂടുമ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കുറയും. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഗ്ലൂക്കോനിയോജെനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്ലൂക്കോഗൺ ഹൈപ്പർഗ്ലൈസീമിയാണ് ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ ആക്ട് ചെയ്യുന്നത് ഹെപ്പറ്റിക് സെൽസിലും അതുപോലെ അഡിപ്പോസൈറ്റ് സെൽസിലുമാണ്, നോട്ട് പാൻക്രിയാറ്റിക് സെൽ. Presence of which of the following condition in urine are indicative of diabetes mellitus? ഓക്കെ ഗുലാബി, ക്ലാസ്സിൽ പോയിക്കോ. പക്ഷെ റെക്കോർഡ് കണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യണം കേട്ടോ. വിട്ടുപോകരുതേ, മിസ്സാക്കണ്ട ഒറ്റ ക്വസ്റ്റ്യന്. ബൈ. 8:15 ആണ്ട 8:30 കാണോടാ. കണ്ണൂത്തട്ടെ ഞാൻ കള്ളം പറഞ്ഞു. Presence of which of the following condition in urine are indicative of diabetes mellitus? നമുക്കറിയാം കീറ്റോൺ യൂറിയ ആൻഡ് ഗ്ലൂക്കോസ് യൂറിയ. കീറ്റോൺ ബോഡീസും അതുപോലെ തന്നെ ഗ്ലൂക്കോസും നമ്മുടെ യൂറിനിൽ കൂടുമ്പോഴാണ് ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഡയബറ്റിസ് മെൽലിറ്റസ്. നെക്സ്റ്റ്, match the following column and select the correct option. പിറ്റ്യൂട്ടറി ഹോർമോൺ എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് ബയോജനിക് അമൈഡ്സ് ആണ്. എൻഡോർഫിൻസ് എന്ന് പറയുന്നത് ന്യൂറോ പെപ്റ്റൈഡ്സ് ആണ്. കോർട്ടിസോൾ ഇസ് എ സ്റ്റിറോയിഡ്. സോ നമുക്ക് നോക്കാം. D1 വരുന്നു. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ഇസ് യെസ്, സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഈവൺ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഓപ്ഷനും അറിഞ്ഞില്ലെങ്കിലും എടാ നമുക്ക് D1 ആണെന്ന് അറിയാം, കോർട്ടിസോൾ സ്റ്റിറോയിഡ് ഹോർമോൺ ആണെന്ന് അറിയാമെങ്കിൽ മാത്രം നമുക്ക് ഈ ആൻസർ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും, ഈവൻ ഇഫ് യു ഡോണ്ട് നോ ഓൾ ദ അതർ സെക്ഷൻസ്. ഹോർമോൺ സ്റ്റോർഡ് ആൻഡ് റിലീസ്ഡ് ഫ്രം ന്യൂറോ ഹൈപ്പോഫൈസിസ് ആർ അഗെയിൻ അഡിനോ ഹൈപ്പോഫൈസിസ്, ന്യൂറോ ഹൈപ്പോഫൈസിസ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ഏരിയ ആണ്.
Oxytocin, vasopressin. Question 21. Erythropoietin hormone which stimulate RBC formation is produced by. Yes, erythropoietin hormone which stimulate RBC formation is produced by the kidney cells, juxtaglomerular cells of kidney. Answer is fourth option. Question 2022. Which of the following are not effect of parathyroid hormone? Stimulate the process of bone resorption. Correct ആണ്. Bone resorption പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. Decrease calcium level in blood. Blood calcium ലെവലിനെ കുറയ്ക്കും എന്നാണ് പറയുന്നത്. നോട്ട് ആൻ എഫക്റ്റ് ഓഫ് പാരാതൈറോയ്ഡ് ഹോർമോൺ. ബ്ലഡ് കാൽസ്യം ലെവലിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. Stimulate the process of bone resorption. Correct ആണ്. Resorption of calcium by renal tubule. Correct ആണ്. Decrease absorption of calcium from digested food. അല്ല, increase ചെയ്യാണ് ചെയ്യുക. Increase metabolism of carbohydrate. Nothing. അപ്പോൾ ഇതിൽ നോട്ട് ആൻ എഫക്റ്റ് വരുമ്പോൾ ഈ ക്രോസ് ചെയ്തിരിക്കുന്നതാണ് which is B, D and E. Answer is first option. Question 2023. നമുക്ക് 2 വർഷം കൂടെ ഉള്ളൂ. Match the following. Match the following. Cholecystokinin എന്ന് പറയുന്നത് നമുക്കറിയാം it is released, it acts on the correct answer option ആണ് നമുക്ക് നോക്കാനുള്ളത്. Cholecystokinin പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രീഷനെ സഹായിക്കും. ANF ഹാർട്ടിന്റെ വോൾസിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ADH എന്ന് പറയുന്നത് കിഡ്നിയിൽ ആക്ട് ചെയ്യുന്നു. GIP എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്നു. സോ B3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ഇസ് fourth option. Which of the following are not under the control of thyroid hormone? ഹോർമോൺ ഫംഗ്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹോർമോൺ ഫംഗ്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കട്ടോ. മെയിൻ്റെനൻസ് ഓഫ് വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഉണ്ട്. ബേസിക് മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷെ നോർമൽ സ്ലീപ്പ് വെയ്റ്റ് സൈക്കിളിനെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. ദാറ്റ് ഇസ് മെലറ്റോണിൻ. ഈവൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബട്ട് RBC ഫോർമേഷനെ സഹായിക്കും. സോ നോട്ട് ഫംഗ്ഷനിൽ C and D only. ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. Now 2023. Which of the following statements are correct with respect to hormone and its function?
Thyrocalcitonin regulate the blood calcium level. Correct ആണ്. Calcitonin blood calcium level regulate ചെയ്യും. Male FSH and androgens regulate spermatogenesis. Correct ആണ്. Hyperthyroidism can lead to goiter. Hyperthyroidism goiterന് കാരണമാവാം. Yes, goiter is the enlargement of thyroid gland. Even exophthalmos goiter എന്നാണ് നമ്മൾ വിളിക്കുക. Glucocorticoids are secreted in adrenal medulla. തെറ്റാണ്. Adrenal cortex. Parathyroid hormone is regulated by circulating level of sodium ions. Parathyroid hormone regulate ചെയ്യുന്നത് calcium ionsന്റെ ഓപ്ഷൻ ആണ്. സോ കറക്റ്റ് ഫോർ ഹോർമോൺസ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അയ്യോ, ഇവിടെ ഒരു കുഞ്ഞു കാര്യം തെറ്റ് വന്നിട്ടുണ്ട്. FSH ആൻഡ് ആൻഡ്രോജൻ റെഗുലേറ്റ് സ്പെമാറ്റോജെനിസിസ് എന്നാണ് പറഞ്ഞത്. മെയിൽസിൽ ആൻഡ്രോജൻ ആണ് സ്പെമാറ്റോജെനിസിനെ റെഗുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് പറയാം എയും സിയും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അയ്യോ, കറക്റ്റ് വിത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത് എ ആൻഡ് സി വരാനുള്ളതാണ്. എല്ലാവർക്കും 2A and B ആണ് വന്നത്. വൈ നോട്ട് സി? ഹൈപ്പർ തൈറോയിഡിസം ക്യാൻ ലീഡ് ടു ഗോയിറ്റർ. കറക്റ്റ് ആണല്ലോ കൂടാ. There is such a small mistake in this question, I think. കാരണം ഹൈപ്പർ തൈറോയിഡിസം ഗോയിറ്ററിന് കാരണമാവും. എക്സോഫ്താൽമസ് ഗോയിറ്റർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്. ഹൈപ്പോതൈറോയിഡിസം ക്യാൻ ലീഡ് ടു സിമ്പിൾ ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റാണെന്ന് പറയാം. ദാറ്റ് ഈസ് ഹൈപ്പോതൈറോയിഡിസം. പക്ഷെ ഇവിടെ ഗോയിറ്റർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലെറ്റ് മീ ചെക്ക് ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്നോട്ടെ. ലെറ്റ്സ് മൂവ് ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 31. അടുത്ത സോഴ്സ് നിന്ന് വരുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 31. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഫ്ലമേഷൻ ഓഫ് തൈറോയിഡ് എന്നാണ് അർത്ഥം. സിമ്പിൾ അതെന്താ കാര്യം പറഞ്ഞാല് അതിലൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്ന പാർട്ട് ഇത്രയേ ഉള്ളൂ. തൈറോകാൽസിറ്റോണിൻ റെഗുലേറ്റ് ബ്ലഡ് കാൽസ്യം ലെവൽ ശരിയാണ്. എ ഈസ് കറക്റ്റ്. അപ്പൊ എ ഈസ് കറക്റ്റ് എന്ന് പറയുന്നത് 2 ഓപ്ഷൻസ് ആണ് നമുക്ക് വരിക. ഒന്നും ബി ആയിരിക്കണം അല്ലെങ്കിൽ ഡി ആയിരിക്കണം. ഇവിടെ ബി നമുക്ക് കറക്റ്റ് ആണെന്ന് വിചാരിക്കുക. FSHും ആൻഡ്രോജൻസും യെസ്, FSH സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് 2 എണ്ണവും കൂടെ സ്പെമാറ്റോജെനിസിന് സഹായിക്കുന്നു എന്ന് തന്നെ ശരിയാണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം ക്യാൻ ലീഡ് ടു ഗോയിറ്റർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആക്ച്വലി കറക്റ്റ്. കാരണം എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നാണ് നമ്മൾ വിളിക്കുക. ഇപ്പൊ നമുക്ക് ഈ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഈ ഒരു ഓപ്ഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് A and B കൊടുക്കാം. ബട്ട് ബേസിക്കലി ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കുന്നത് എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഗോയിറ്റർ സിമ്പിൾ ഗോയിറ്റർ എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ തെറ്റാണ്. സിമ്പിൾ ഗോയിറ്റർ ഈസ് ആക്ച്വലി അല്ലെങ്കിൽ എൻഡമിക് ഗോയിറ്റർ എന്ന് കൊടുത്താൽ ദാറ്റ് ഈസ് ഡ്യൂ ടു അയഡിൻ ഡെഫിഷ്യൻസി. മനസ്സിലായോ? ദാറ്റ് ഈസ് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷൻ. പക്ഷേ ഗോയിറ്റർ എന്ന് മാത്രം കൊടുത്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ മിസ് ഇപ്പൊ ചെക്ക് ചെയ്തപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. A, B and C വേണം വരാനായിട്ട് എന്നാണ് ഹൈ എൻഡ് വെർഷൻ A ആയി കൂടി പറയുന്നത്. അപ്പൊ എയുടെ അത്ര ബുദ്ധി എനിക്കുണ്ട്. Question, our most appropriate and we can go with A and B, it's fine, but again like of course that is a wrong statement ആണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക് കാര്യം എന്താന്ന്? Question number 31, match list 1 and 2. Excess secretion of cortisol, moon phase, hyperglycemia is Cushing syndrome. C1 വരുന്ന 2 ഓപ്ഷൻസ്. Hyposecretion of thyroid hormone and stunted growth ആണ് cretinism. D2 answer is 4th option. Hypersecretion of thyroid and protruding eyeball ആണ് exophthalmic goiter. കണ്ടോടാ goiter എന്ന് പറയുന്നുണ്ട് അതിൽ. And excessive secretion of growth hormone is acromegaly in adulthood. Answer is 4th option. Question from 24.
Again, mass list 1 and 2. Hyperglycemia, glucagon. Oxytocin, it causes smooth muscle contraction. Basal metabolic rate is by thyroxine. Emergency hormone is epinephrine. So correct answer is A4 which varum. Answer is third option. Now diuresis is prevented by renin from JG cells via switching off of the osmoreceptors. Diuresis is prevented by renin from the JG cells by switching off osmoreceptors. Diuresis in a prevent renin angiotensin mechanism. ANF osmoreceptors in a switching off osmoreceptors in a on cheyiditana alle switching off of osmoreceptors renin alla ADH aanu cheyyunnundu ADH mechanism aanu osmoreceptors ne activate cheyyunnathu alle osmoreceptors vadi it is renin, it's not renin, it is ADH. ANF from atria, diuresis prevent cheyilla, it causes diuresis. Aldosterone from adrenal medulla alla adrenal cortex aanu. Vasopressin from your neurohypophysis, which is correct, which is actually ADH. Answer is fourth option. And ADH deficiency ilana namukku diuresis undavunna, which is called as diabetes insipidus. Identify the wrong statement. Second last question. Erythropoietin is produced by juxtaglomerular cells of kidney. Correct aanu. Leydig cells produce androgen. Correct aanu. Atrial natriuretic factor, a peptide hormone, is secreted by seminiferous tubules of testis. തെറ്റാണ്. It is from the atrial wall, അല്ലെ wall of atria ആണ് secrete ചെയ്യുന്നത്. Cholecystokinin is produced by gastrointestinal tract. Again right. Answer is third option. And moving on to the last question. അതെന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലടാ. ഇതിന്റെ കറക്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിയില്ല. ABCD വെച്ചിട്ട് ഞാൻ ഇതൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഒരു ഇയും കൂടെ ഉണ്ട്. അയ്യോ സോറി എടാ മക്കളെ. ഇത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. Gastrin act on the intestinal wall and helps in the production of pepsinogen. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ എടാ. ഇത് നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. Gastrin act on the intestinal wall and helps in the production of pepsinogen. Yes, which is also cholecystokinin is produced by gastrointestinal tract. Correct ആണ്. Gastrin act on the intestinal wall അല്ല, gastric wall, stomach wall ആണ് ആക്ട് ചെയ്യുന്നത് and causes the release of pepsinogen. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റായിട്ട് വന്നിരിക്കുന്നത് സിയും ഇയുമാണ്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുമ്പോൾ നമ്മളുടെ നീറ്റ് ടിൽ ലാസ്റ്റ് ഇയർ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം 2006 നിങ്ങൾ ജനിക്കും മുമ്പ് വരെയുള്ള ക്വസ്റ്റ്യൻസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് വി ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ
എല്ലാവരും നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സ്പെസിഫിക് ആയി അത് ചെക്ക് ചെയ്യുക. ആ കൺസെപ്റ്റ്സ് ഒന്ന് ക്ലാരിറ്റി വരുത്തുക. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ചെയ്തത് ആൻഡ് യു ആർ ഡൂയിങ് വെരി വെൽ. അപ്പോൾ ഇനി മറ്റൊരു PYQ സീരീസുമായിട്ട് നമുക്ക് കാണാം. കാണും വരെ ബൈ ബൈ. താങ്ക് യു.